മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി ജില്ലയിൽ കണ്ണു ചേർന്ന് 10,000. നീതിബോധമുള്ള മനുഷ്യൻ എന്ന നിലയിൽ എന്റെ കർത്തവ്യവും കടമയുമാണ്. പരാജയപ്പെടാൻ പാടില്ലാത്ത ഈ പോരാട്ടത്തിൽ ഞാൻ അചഞ്ചലമായി നിലകൊള്ളുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഇനിയും തുടരണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മനുഷ്യച്ചങ്ങലയിൽ പാലക്കാട് ജില്ലയിൽ കണ്ണികളായി 10,000. പുലാമന്തോൾ പാലം മുതൽ ചെറുതുരുത്തി പാലം വരെയാണ് പാലക്കാട് ജില്ലയിൽ മനുഷ്യച്ചങ്ങല തീർത്തത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ ഒന്നിച്ചണിനിരന്ന് മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി പുലാമന്തോൾ പാലം മുതൽ വിളയൂർക്കൊപ്പം, പട്ടാമ്പി, ഓങ്ങല്ലൂർ, വാടനാംകുറിശി, കുളപ്പുള്ളി, ഷൊർണൂർ വഴി ചെറുതുരുത്തി പാലം വരെ 29 കിലോമീറ്റർ ആണ് ജില്ലയിൽ മനുഷ്യച്ചങ്ങല തീർത്തത്. കേരളം എന്നൊരു സംസ്ഥാനത്തെ ഞാനും കണ്ണിചേരുന്നു. സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പുലാമന്തോൾ പാലത്തിൽ മനുഷ്യച്ചങ്ങലയുടെ ജില്ലയിലെ ആദ്യ കണ്ണി ആയപ്പോൾ മുൻ മന്ത്രി AK ബാലൻ ചെറുതുരുത്തിയിൽ അവസാന കണ്ണിയായി. തുടർന്ന് വിളയൂരിൽ നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് വിവിധ മതവിശ്വാസികളുണ്ട്, വിവിധ ദൈവവിശ്വാസികളുണ്ട്, വിശ്വാസമില്ലാത്തവരുമുണ്ട്. അങ്ങനെ ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു മതത്തെ വിശ്വസിക്കുന്നവരാണോ? ഏതെങ്കിലും ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുന്നവരാണോ? ഇതാണോ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം? ഒരു ക്ഷേത്രം പണിയിലാണോ? ആ ക്ഷേത്രം പണിഞ്ഞ് പ്രതിഷ്ഠ നടത്തലാണോ? അതല്ല ഒരു രാജ്യത്തിന്റെ മറ്റേ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം. ഈ രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യൻ ദാരിദ്ര്യം കൊണ്ട് മരിക്കുന്നു. അവന്റെ പട്ടിണി മാറ്റാൻ എന്ത് വഴി? ഈ രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യന് ഭവനങ്ങളില്ല. അവരെങ്ങനെ ഭവനം നിർമ്മിച്ചു കൊടുക്കാം? ഈ രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യർക്ക് കുടിവെള്ളമില്ല, പാർപ്പിടമില്ല, മറ്റ് ഭൗതിക സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത കോടിക്കണക്കിന് മനുഷ്യന്റെ പ്രത്യാശയാവട്ടെ രാജ്യത്തിലെ ഭരണകൂടം. അതാണോ ഈ രാജ്യത്തിലെ BJPയുടെ ഭരണത്തിൽ ഈ രാജ്യം ഇപ്പോ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ഒറ്റപ്പാലം നോർത്ത് യൂണിയൻ വാർഷിക പൊതുയോഗം നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം നോർത്ത് യൂണിറ്റ് 8ാം വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ഒറ്റപ്പാലം പെൻഷൻ ഭവനിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം NP കോമളം ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ യൂണിറ്റ് രൂപീകരിച്ചതിന് ശേഷം 8ാം വാർഷിക സമ്മേളനമാണെന്നുള്ളത് ഇതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഒറ്റപ്പാലം ഒറ്റയ്ക്കായിരുന്നു ഒരു യൂണിറ്റായിട്ട്, പിന്നെ നോർത്ത്, സൗത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് 4 യൂണിറ്റുകളായിട്ട് മാറി. ആ യൂണിറ്റിലെ അതുകൊണ്ടാണ് ഇപ്പോൾ 8ാം വാർഷിക സമ്മേളനം എന്നുള്ളത് ഈ സമ്മേളനത്തിൽ നിങ്ങൾ പറയുന്നത്. നമ്മുടെ ശരിക്ക് 32ാം വാർഷിക സമ്മേളനമാണ് നടക്കുന്നത്. ഈ വാർഷിക സമ്മേളനം നടത്തുമ്പോൾ നമുക്കറിയാം ഡിസംബർ വരെ നമ്മുടെ മെമ്പർഷിപ്പ് ചേർക്കലും വിവിധ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയ കാലഘട്ടമാണ്. അത് കഴിഞ്ഞ് ജനുവരി മാസം മുതൽ നമ്മുടെ യൂണിറ്റ് സമ്മേളനങ്ങളൊക്കെ തന്നെ ആരംഭിക്കുന്നു. അത് കഴിഞ്ഞാൽ ഫെബ്രുവരി മാസത്തിൽ ബ്ലോക്ക് സമ്മേളനം നടക്കുന്നു, മാർച്ചിൽ ജില്ലാ സമ്മേളനം നടക്കുന്നു, ഏപ്രിൽ മാസത്തിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഇപ്രാവശ്യം നമുക്കറിയാം ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട്, കാരണം ഇലക്ഷൻ വരാൻ പോവുകയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പ്രാവശ്യം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ചിട്ട് 22, 23, 24 തീയതികളിലെ മെയ് മാസത്തിലാണ് ഇപ്പോൾ ഒരു ഡേറ്റ് കണ്ടിട്ടുള്ളത്. അതിൽ മാറ്റം വരില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇലക്ഷൻ തീരുമെന്നാണ് നമ്മുടെയൊക്കെ തന്നെ പ്രതീക്ഷ. വൈസ് പ്രസിഡന്റ് PC സോമൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് T രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
ജോയിന്റ് സെക്രട്ടറി ജോസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി മുഹമ്മദ് ബഷീർ റിപ്പോർട്ട് അവതരിപ്പിച്ച ചടങ്ങിൽ ട്രഷറർ വി ആറുമുഖൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് കെ സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് രക്ഷാധികാരി രാമചന്ദ്രൻ നായർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ രത്നമ്മ, ബ്ലോക്ക് ട്രഷറർ പി കൃഷ്ണൻകുട്ടി, വൈസ് പ്രസിഡന്റ് രാജാറാം മാസ്റ്റർ, ബ്ലോക്ക് കൗൺസിൽ അംഗം എൻ കെ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പൊതുസഭാ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു. 2024-25 ലഭിക്കാനിരിക്കുന്ന ബഡ്ജറ്റ് പ്രൊവിഷനും ഇതിനോടകം ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളുടെ അവസ്ഥാ വിശകലനവും വരും വർഷത്തെ കാഴ്ചപ്പാടുകളും സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിച്ചു. തുടർന്ന് 13 വിഷയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട ആശയങ്ങൾ കണ്ടെത്തുകയും ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് കൺവീനർമാരായ നിർവഹണ ഉദ്യോഗസ്ഥർ അവതരിപ്പിക്കുകയും ചെയ്തു. 20 വാർഡുകളിലെയും ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ, കില RP മുതലായവർ പങ്കെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം നന്ദി അറിയിച്ചു. വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്നും വന്നിട്ടുള്ള ആശയങ്ങൾ തുടർ ദിവസങ്ങളിൽ വരുന്ന ഗ്രാമസഭകളിൽ അവതരിപ്പിച്ചു. ആ ആനുകൂല്യങ്ങൾ നമ്മൾ കൃത്യമായി നടപ്പിലാക്കുന്ന പ്രവർത്തനത്തോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ പ്രത്യേക നിർദ്ദേശമാണ് ഇക്കുറി ജനുവരിയിൽ തന്നെ നമ്മുടെ 23-24 പദ്ധതി ആസൂത്രണത്തിൽ. അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കുറി ആദ്യം തന്നെ ഇത് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയാലാണ് ഇത് എവിടേക്ക് എത്തൂ, ഏപ്രിൽ ആവുമ്പോഴേക്കും നമുക്ക് നടപ്പിലാക്കാൻ കഴിയൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടിയിട്ടാണ് മുന്നേറുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇവിടെ നമ്മൾ ചേരുകയാണ്. ഈ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം കഴിഞ്ഞ് ഇതിൽ നിന്നും ഉരുത്തിരിയുന്ന കാഴ്ചപ്പാടുകൾ ഉപയോഗിച്ചുകൊണ്ട് വികസന സെമിനാർ നമുക്ക് നടത്തേണ്ടതുണ്ട്. അതെന്തായാലും അടുത്ത ദിവസം അറിയിക്കുന്നതായിരിക്കും. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ SC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനമേശ സമ്മാനിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ 2022-23 SCP വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് പരിധിയിലെ 5, 6, 7 ക്ലാസ്സുകളിലെ SC വിദ്യാർത്ഥികൾക്കാണ് പഠനമേശയും കസേരകളും വിതരണം ചെയ്തത്. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ നിർവഹിച്ചു. അപ്പോൾ ഒന്ന് ശുചിത്വം, ശുദ്ധജലം, പാർപ്പിടം, ഇങ്ങനെ 3 മേഖലയിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന് കിട്ടണ സമ്പത്ത് പരമാവധി ആളുകൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിക്കലാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. ആ നിലയിൽ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും, നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തുള്ള എല്ലാ 5 മുതൽ 7 വരെ പഠിക്കുന്ന SC വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും ഈ ആനുകൂല്യം നമ്മൾ നൽകുകയാണ്. ഒരാളും വിട്ടുപോയിട്ടില്ല. അതിനാവശ്യമായ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്.
ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത് കൊടുത്തു കഴിയുമ്പോഴേക്കും അടുത്ത ലോഡ് എത്തിക്കൊണ്ടിരിക്കും. 213ഓളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരിദാസ്, വാർഡ് മെമ്പർമാരായ രഞ്ജിത്ത്, ശങ്കരനാരായണൻ, സുജിത്, സിന്ധു, വി ടി നളിനി, അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. FCI തൊഴിലാളികൾ സമരത്തിലേക്ക്. FCI തൊഴിലാളികളുടെ സമരപ്രഖ്യാപന യോഗം FCI വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KK ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. FCI ഡിപ്പോയിലെ കയറ്റിറക്ക് തൊഴിലാളികൾക്ക് റേഷൻ വിട്ടെടുപ്പ് കൂലി നൽകണമെന്ന സർക്കാർ ഉത്തരവ് നടപ്പാക്കുക, ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാരുടെ കള്ളക്കളി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് R പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. K സതീഷ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ M ജാഫർ അലി നന്ദി അറിയിച്ചു. DYFI കുളപ്പള്ളി മേഖല സമ്മേളനം നടന്നു. DYFI കുളപ്പള്ളി മേഖലാ സമ്മേളനം കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ സജ്ജമാക്കിയ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വെച്ച് നടന്നു. സമ്മേളനം DYFI സംസ്ഥാന കമ്മിറ്റി അംഗം ഷക്കീർ ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് സെക്രട്ടറി രാകേഷ്, CPIM കുളപ്പള്ളി ലോക്കൽ സെക്രട്ടറി ജയപാൽ, CPIM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ, CPIM LC അംഗങ്ങൾ, DYFI ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിൽ അനീഷിനെ പ്രസിഡന്റായും ശരത്തിനെ സെക്രട്ടറിയായും ഫൈസലിനെ ട്രഷററായും 9 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. സമ്മേളനത്തിൽ മണിപ്പൂരിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മൗന പ്രാർത്ഥനയും നടന്നു. യങ് മെൻ ലൈബ്രറി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഫുട്ബോൾ മത്സരം നടന്നു. കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന കേരളശ്ശേരി യങ് മെൻസ് ലൈബ്രറിയുടെ 72ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 19 മുതൽ 26 വരെ MR ശ്രീധരൻ വിന്നേഴ്സ് ട്രോഫിക്കും, കണ്ടംകുളങ്ങര സുലൈമാൻ, കണ്ടംകുളങ്ങര അലി മുഹമ്മദ് മെമ്മോറിയൽ പ്രൈസ് മണിക്കും, പാതാരി ശങ്കരൻ നായർ റണ്ണേഴ്സ് ട്രോഫിക്കും, കണ്ടംകുളങ്ങര ഉസനാർ മെമ്മോറിയൽസിനും വേണ്ടിയുമുള്ള പ്രൈസ് മണിക്കുമായി സംഘടിപ്പിക്കുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. 2 വർഷമായി ഒരു ക്ലബ്ബ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്, ലൈബ്രറി ക്ലബ്ബ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാടിനാകെ അഭിമാനമായിട്ടുള്ള കാര്യമാണ്. കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പ് കേരളശ്ശേരിയിൽ ഒരു ലൈബ്രറി, യങ് മെൻസ് ലൈബ്രറി എന്ന പേരിൽ ഇവിടെ പ്രവർത്തിക്കുകയും രൂപീകരിക്കുകയും ആ പ്രവർത്തനം ഇടതടവില്ലാതെ കഴിഞ്ഞ 7 പതിറ്റാണ്ടിലേറെ കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്തു എന്ന് പറയുന്നത് ഈ നാടിന്റെ കൂട്ടായ്മയുടെ, ഈ നാടിന്റെ കായിക രംഗത്തെയും സാംസ്കാരിക രംഗത്തെയും പുലർത്തുന്ന ഔന്നത്യത്തിന്റെ ഉദാഹരണമാണ് എന്ന് ആദ്യമേ തന്നെ സൂചിപ്പിക്കുകയാണ്. ഇന്നിപ്പോ ഇവിടെ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുകയാണ്. ഇനി ഫ്ലഡ് ലൈറ്റ് ഷട്ടിൽ ടൂർണമെന്റും കലാസന്ധിയും എല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. തുടർച്ചയായി 7 ദിവസം യങ് മെൻസ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ കായിക രംഗത്തും കലാരംഗത്തുമുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങൾക്കിടയിൽ യങ് മെൻസ് ലൈബ്രറിയെയും കേരളശ്ശേരിയെയും വിട്ടുപിരിഞ്ഞിട്ടുള്ള ഏറ്റവും മികച്ച സംഘാടകരും പ്രവർത്തകരുമായവരുടെ ഓർമ്മയ്ക്കാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. യങ് മെൻ ലൈബ്രറിയുടെ സെക്രട്ടറി റഷീദ് MV സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് രാജേഷ് അധ്യക്ഷത വഹിച്ചു. പാലക്കാട് താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് ജിജേഷ്, കായികാധ്യാപകൻ സജിൻ, രാമകൃഷ്ണൻ, ജയരാജ് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്.
നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. സാങ്കേതിക കുരുക്കിൽ ഒറ്റപ്പാലം ഫയർ റെസ്ക്യൂ സ്റ്റേഷൻ. ഒറ്റപ്പാലത്തുകാർക്ക് ഇപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചാലോ കെട്ടിടങ്ങൾക്ക് NOC വേണമെങ്കിലോ ഷൊർണൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. 14ാം കേരള നിയമസഭയിലെ 7ാം സമ്മേളനത്തിൽ അന്നത്തെ ഒറ്റപ്പാലം MLA ആയിരുന്ന P. ഉണ്ണി ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഒറ്റപ്പാലത്ത് ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിനായി എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചെന്നും ഒറ്റപ്പാലം ഫയർ സ്റ്റേഷൻ എന്ന് ആരംഭിക്കാൻ സാധിക്കുമെന്നും 7/8/2017 നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും ഒറ്റപ്പാലത്ത് ഫയർ സ്റ്റേഷന് വേണ്ട പ്രത്യേകിച്ച് ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒറ്റപ്പാലം ഫയർ സ്റ്റേഷൻ ഇപ്പോഴും ഒരു ബാലികേറ മലയാണ്. കാരണം ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതിയിൽ നിരവധി പ്രാവശ്യം ഈ വിഷയം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു വാടക കെട്ടിടത്തിലെങ്കിലും ഫയർ സ്റ്റേഷൻ തുടങ്ങണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. പക്ഷെ അതിന് അനുകൂലമായി സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ താമരക്കുളത്തിൻ്റെ അവിടെ 10 സെൻറ്റ് സ്ഥലം കയ്യേറ്റമുണ്ടായിരുന്നു. ഈ കയ്യേറ്റം താലൂക്ക് സർവേയറെ ഉപയോഗിച്ച് വികസന സമിതിയിൽ ഉന്നയിക്കുകയും സർവേയർ പോയി അളന്ന് ആ 10 സെൻറ്റ് സ്ഥലം തിരിച്ചു പിടിക്കുകയും ചെയ്തു. അങ്ങനെ താമരക്കുളത്തിൻ്റെ അവിടെ ഏകദേശം 23 സെൻറ്റ് സ്ഥലത്തോളം നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഇത് ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വന്ന് പരിശോധിപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് വാഹനങ്ങൾ ഒന്നിച്ച് നിരത്തി നിർത്താനുള്ള സൗകര്യമില്ല, അതുകൊണ്ട് പിന്നിൽ നിർത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലം അത്ര സൗകര്യപ്രദമല്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ നമുക്ക് അവിടെ അനുകൂലമായ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് മെയിൻ റോഡിൻ്റെ വളരെ അടുത്തുള്ള സ്ഥലമാണ്. 2 എപ്പോഴും വെള്ളം ലഭ്യമാവുന്ന സ്ഥലമാണ്. ഇത് രണ്ടും പരിഗണിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ജില്ലാ ഫയർ ഓഫീസർക്ക് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാമെന്നാണ് അന്നത്തെ കൊളപ്പുള്ളി ഫയർ സർവീസ് ഓഫീസർ നമ്മളോട് പറഞ്ഞത്. ഒറ്റപ്പാലം കിൻഫ്ര വ്യവസായ പാർക്കിന്റെ കൈവശമുള്ളതും വ്യവസായ വകുപ്പിന്റെ ഉടമസ്ഥയിലുള്ളതുമായ 50 സെന്റ് സ്ഥലം അഗ്നിരക്ഷാ നിലയം ആരംഭിക്കുന്നതിന് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും പ്രസ്തുത സ്ഥലം ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിനായി ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിന് കൈമാറി ലഭിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അന്ന് ഉണ്ണി MLAയുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ മറുപടി നൽകിയത്. ഈ സിവിൽ സ്റ്റേഷൻ്റെ മുമ്പിൽ KPIP ബിൽഡിംഗ് ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ആ KPIP ബിൽഡിംഗ് റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴത്തെ ഭാഗത്ത് ഫയർ സർവീസ്, മുകളിൽ KPIPയുടെ ഓഫീസായിട്ട് പ്ലാൻ ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പിനോട് പറഞ്ഞ് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അത് ഫയർ സർവീസിന് ഏറ്റവും ഗുണകരമായിരിക്കും. കാരണം അവിടെ എല്ലാ വാഹനങ്ങളും നിരത്തി നിർത്താനും അതേമാതിരി തന്നെ വെള്ളത്തിൻ്റെ ലഭ്യതയും അതേമാതിരി തന്നെ റോഡിൻ്റെ അക്സസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അതിനും ഇതുവരെ ഒരു പ്ലാനോ കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഫയർ സർവീസിൻ്റെ എല്ലാ കാര്യത്തിനും നമ്മളിപ്പോൾ ഷൊർണൂരിനെയാണ് ആശ്രയിക്കുന്നത്. തീ പിടിച്ചാൽ മാത്രം ഓടി വരുന്ന പണിയല്ല ഫയർ സർവീസിനുള്ളത്. കാരണം കെട്ടിടങ്ങൾക്ക് നമുക്ക് NOC കിട്ടണമെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഷൊർണൂരിലേക്ക് പോയി അവരുടെ ഉദ്യോഗസ്ഥന്മാരെ കാണേണ്ട ഒരു അവസ്ഥയാണ്. ഒറ്റപ്പാലത്ത് സ്റ്റേഷൻ അനുവദിച്ചിട്ട് ഏതാണ്ട് 10-20 വർഷത്തോളമായി. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ഹരിത സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് അവതരണം നടന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രദേശത്ത് വീടുകൾ എന്ന നിലയിൽ 8000 കച്ചവട സ്ഥാപനങ്ങൾ ഇപ്പോൾ നമ്മുടെ കണക്കിലെത്തിയിട്ടുള്ളത് 600 സ്ഥാപനങ്ങൾ എന്നാണ്. കുറച്ച് സ്ഥാപനങ്ങൾ കൂടി നമുക്ക് നമ്മൾ QR കോഡ് വെച്ച ഒരു കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രദേശം ഒരു പൂർണ്ണമായ ഒരു ശുചിത്വ പഞ്ചായത്താവണമെന്നില്ല. നമ്മളിപ്പോൾ നടത്തിയിട്ടുള്ള കഴിഞ്ഞ ജൂൺ 5 മുതൽ 2008 മുമ്പ് ചേർന്ന് അതിനനുസരിച്ച് തയ്യാറെടുപ്പ് നടത്തി ഗവൺമെൻറ്റിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയാണ്. മുൻ ഭരണസമിതിയുടെ കാലത്ത് ശുചിത്വ കേന്ദ്രത്തിൻ്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഹരിതകർമ്മസേന രൂപീകരിച്ചു. വീടുകളിൽ നിന്ന് ജൈവ മാലിന്യ ശേഖരണം ആരംഭിച്ചു. ഒരു MCF ആ കാലത്തുണ്ടാക്കി. തുടർന്ന് വന്ന ഭരണസമിതി വീണ്ടും
ഒരു MCA കൂടി ഉണ്ടാക്കി. അതൊക്കെ ശുചിത്വ ക്യാമ്പയിൻ്റെ ശുചിത്വ മിഷൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ പഞ്ചായത്ത് പ്രദേശത്ത് ഏതാണ്ട് 24ഓളം മിനി MCAകളുണ്ട്. അത് 36 ആക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ജൈവ മാലിന്യം പൂർണ്ണമായി എല്ലാ വീടുകളിൽ നിന്നും മാലിന്യ ശേഖരണം 100% വീടുകളിൽ നമ്മളെ ഹരിതകർമ്മ സേന എത്താൻ ആവശ്യമായ സംവിധാനം നമ്മൾ ഉണ്ടായി. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സിന്ധു, ശുചിത്വ മിഷൻ RP KL സുമേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രസീത, സുബ്രഹ്മണ്യൻ, പ്രസാദ്, സുജിത് P രാജ്, TG ശാലിനി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചരിത്രത്തിൽ ഇന്ന് ബഷീർ ദിനം. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്ന ബേപ്പു സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 വൈക്കം തലയോലപ്പറമ്പിലാണ് ജനനം. 1982 ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളെന്നും അദ്ദേഹം വിശേഷിക്കപ്പെട്ടു. ജനകീയനായ എഴുത്തുകാരനായിരുന്നു ബഷീർ. രസകരവും സാഹസികവുമായിരുന്നു ബഷീറിൻ്റെ ജീവിതം. സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോടെത്തിയ ബഷീർ സ്വാതന്ത്ര്യസമര രംഗത്ത് എടുത്തുചാടി. ഗാന്ധിജിയെ തൊട്ടുവെന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട്. 1930 കോഴിക്കോട് വെച്ച് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായി. പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി. തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉപജീവനത്തിൽ എഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ. പ്രഭ എന്ന തൂലിക നാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. വാരിക പിന്നീട് കണ്ടുകെട്ടി. തുടർന്ന് കുറേ വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ അലഞ്ഞു തിരിഞ്ഞു. അതിസാഹസികമായ ഈ കാലയളവിൽ ബഷീർ കെട്ടാത്ത വേഷങ്ങളില്ല. ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരെയും സൂഫിമാരെയും കൂടെ ജീവിച്ചു. പാചകക്കാരനായ മാജിക്കാരൻ്റെ സഹായിയായും പല ജോലികളും ചെയ്തു. അറബി നാടുകളിലും ആഫ്രിക്കയിലുമായി തുടർന്നുള്ള സഞ്ചാരം. ഏകദേശം 9 വർഷത്തോളം നീണ്ട യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും തീവ്ര ദാരിദ്ര്യവും മനുഷ്യദുരയും നേരിട്ട് കണ്ടു. ബഷീറിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം എന്ന് പറയാം. ഇതുപോലെ സ്വതന്ത്രമായ ലോകസഞ്ചാരം നടത്തിയ എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ വിരളമാണെന്ന് പറയാം. സാമാന്യമായ മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും. വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടും ബഷീറിയനിസം അല്ലെങ്കിൽ ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യ ശാഖയായി മാറിയത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു, കൂടെ കരയിപ്പിക്കുകയും ചെയ്തു. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി. കാലാതിവർത്തിയായി ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വർഗാനുരാഗികളും നിറഞ്ഞൊരു ഫാൻറ്റസിയായിരുന്നു ബഷീറിൻ്റെ ലോകം. ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അതുവരെയുള്ള സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ അദ്ദേഹത്തിന് 1982 ലഭിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചു. 1981 കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പും 1987 കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ ബിരുദവും ലഭിച്ചു. 1987 സംസ്കാര ദീപം അവാർഡും 92 പ്രേം നസീർ അവാർഡും 92 തന്നെ ലളിതാംബിക അന്തർജനം അവാർഡും ലഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.